നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 9ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സുഹൃതഹാരങ്ങൾ എന്ന പാഠഭാഗത്തിലെ 1 മാർക്കിന് വരുന്ന ചോദ്യോത്തരങ്ങളാണ്. ശ്രദ്ധയോടെ കേൾക്കുക. സ്നേഹഗായകൻ, ഭാവഗായകൻ, ആശയഗംഭീരൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കവി ആരാണ്? കുമാരനാശാൻ. സുഹൃതഹാരങ്ങൾ എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ചണ്ഡാല ഭിക്ഷുകി. കുമാരനാശാൻ ഏത് കവിത്രയത്തിൽപ്പെട്ട കവിയാണ്? ആധുനിക കവിത്രയം. അല്ലല്ലെന്തു കഥീത കഷ്ടമേ അല്ലലാലെന്തു ജാതി മറന്നിതോ. ഇപ്രകാരം ആരോടാണ് ചോദിക്കുന്നത്? മാതങ്കി ബുദ്ധഭിക്ഷുവിനോട്. ചണ്ഡാല ഭിക്ഷുകിയിലെ കഥ നടക്കുന്നത് എവിടെ? ഉത്തരേന്ത്യയിലെ ശ്രാവസ്തിക്കടുത്തുള്ള ഗ്രാമത്തിൽ. പാരം വിസ്മയമാർന്നു വിസ്ഫാരിത താരയായി തെല്ല് നിന്നു മൈക്കണ്ണിയാൾ. ഇപ്രകാരം വിസ്മയമാർന്നു മാതങ്കി നിൽക്കാൻ കാരണമെന്ത്? ബുദ്ധഭിക്ഷു ചണ്ഡാല സ്ത്രീയായ മാതങ്കിയോട് ദാഹജലം ചോദിച്ചത് കേട്ടപ്പോൾ. ചണ്ഡാല ഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യത്തിൽ സാമൂഹിക പരിവർത്തനത്തിനുള്ള ആയുധമായി കവി പ്രയോഗിച്ചിരിക്കുന്നത് എന്ത്? ജലം. അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്നന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം. എന്താണിവിടെ അന്തമറ്റ സുഹൃതഹാരങ്ങൾ മാതങ്കിക്ക് നൽകുന്നത്? മാതങ്കി ബുദ്ധഭിക്ഷുവിന് പകർന്നുകൊടുത്ത ഓരോ തുള്ളി ജലവും. മനോഹരമായ കൈക്കുമ്പിൾ നീട്ടി ദാഹജലത്തിനായി നിൽക്കുന്ന ആനന്ദഭിക്ഷുവിനെ കവി എന്തായിട്ടാണ് സങ്കല്പിക്കുന്നത്? വണ്ടായിട്ട്. ചണ്ഡാല ഭിക്ഷുകിക്ക് ആധാരമായ കൃതി ഏത്? ദി എസൻസ് ഓഫ് ബുദ്ധിസം, പ്രൊഫസർ ലക്ഷ്മി നരസു. ചണ്ഡാല സ്ത്രീയായ മാതങ്കിയെ പുണ്യശാലിനിയാക്കിയതെന്ത്? അവൾ ആനന്ദഭിക്ഷുവിന് പകർന്ന ജലം. ബുദ്ധഭിക്ഷുവായ ആനന്ദൻ അല്പം ദാഹജലം തരൂ എന്ന് മാതങ്കിയോട് ചോദിച്ചപ്പോൾ അവൾക്കുണ്ടായ ഭാവമെന്ത്? അമ്പരപ്പ്.